ഏഴാം നാളിലും പ്രതീക്ഷയോടെ എവിടെയാണ് അർജുൻ? ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഏഴാം ദിവസം അവസാനിക്കുമ്പോഴും അർജുനെ കുറിച്ച് വിവരമില്ല. കരയിലെ മണ്ണിനടിയിൽ ലോറിയില്ല, സ്ഥിരീകരിച്ച് സൈന്യം. നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടി, പുഴയിൽ കൂടുതൽ തെരച്ചിൽ. ഒന്നും ഉറപ്പിക്കാനാവുന്നില്ലെന്ന് ലോറി ഉടമ മനാഫ്. സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു പ്രതീക്ഷയില്ല, വാഹനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. എവിടെയാണോ സിഗ്നൽ വരുന്നത് അവിടെ ഒരു പണി എടുക്കണ്ട. അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുന്നില്ലെന്ന് സുപ്രീം കോടതി. കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ ഹർജിയിൽ നിർദ്ദേശം. വിഷയം ഉടനടി പരിഗണിക്കണമെന്നും സുപ്രീം കോടതി. മലപ്പുറത്തിന് പുറമെ നിപ ആശങ്കയിൽ തിരുവനന്തപുരവും പാലക്കാടും. മലപ്പുറത്ത് മരിച്ച 14കാരന്റെ സമ്പർക്ക പട്ടികയിൽ 2 ജില്ലക്കാരും. തിരുവനന്തപുരത്ത് 4 പേരുടെ ഉൾപ്പെടെ പരിശോധനാ ഫലങ്ങൾ ഇന്ന്. സമ്പർക്ക പട്ടികയിൽ 350 പേർ. നീറ്റ് ചോദ്യപേപ്പർ രാജ്യവ്യാപകമായി ചോർന്നതിന് തെളിവില്ലെന്ന് സുപ്രീം കോടതി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ പിഴവുകളുണ്ടായി, പിഴവും ചോർച്ചയും രണ്ടെന്നും കോടതി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിൽ. ചോർന്നതിന് തെളിവില്ലെന്ന് മന്ത്രി. നീറ്റ് റദ്ദാക്കണമെന്ന് DMK. മൂന്നാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. രാജ്യത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാവും അവതരിപ്പിക്കുകയെന്ന് പ്രധാനമന്ത്രി. GDP 7% വരെ വളരുമെന്ന് സാമ്പത്തിക സർവേ അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ. പ്രകാശ് ജാവ്ദേക്കറെ കണ്ട സംഭവത്തിൽ EP ജയരാജനെതിരെ CPM നടപടിക്ക് സാധ്യത. തിരുത്തേണ്ടവരെല്ലാം തിരുത്തുമെന്ന് MV ഗോവിന്ദൻ. െല്ലാം തിരിച്ച് മുമ്പോട്ടേക്ക് പോകാം. ഇന്നയാൾ ഇങ്ങനെ തിരുത്തണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, മൊത്തം തന്നെയാണ് പറയുന്നത്. അത് ഞങ്ങൾക്കും മതമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് തിരുത്തലില്ല, ബാക്കി കാര്യത്തിലാണ് തിരുത്തൽ ഞങ്ങൾ പറയുന്നില്ല. എല്ലാവർക്കും തിരുത്തലുണ്ട്. തിരുത്തി മുന്നോട്ടേക്ക് പോകണം. വെള്ളാപ്പള്ളിക്കെതിരെ വീണ്ടും വിമർശനം. SNDP-യിൽ കാവ്യവൽക്കരണത്തിന് ശ്രമം. എറണാകുളം മഴുവന്നൂർ സെയിന്റ് തോമസ് പള്ളിയിൽ സംഘർഷം. സുപ്രീം കോടതി വിധി നടപ്പാക്കാനെത്തിയ പോലീസിനെ തടഞ്ഞ യാക്കോബായ സഭാ വിശ്വാസികൾ. ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് പോലീസ്. ചങ്ങലയിട്ട് ഗേറ്റ് പൂട്ടി വിശ്വാസികൾ. പള്ളി ഏറ്റെടുക്കാനായില്ല. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ആശുപത്രിയിൽ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ. മസ്തിഷ്ക മരണം സംഭവിച്ച കരുനാഗപ്പള്ളി സ്വദേശി ഡീലിയയുടെ ഹൃദയം 12കാരിക്ക് മാറ്റിവെക്കും. സർക്കാർ മേഖലയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രണ്ടാമത്തെ ആശുപത്രിയായി ശ്രീചിത്ര. വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കിയിലെ ഇതിഹാസ താരം PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കും. അവസാനമാകുന്നത് 18 ആണ്ട് നീണ്ട ഹോക്കി ജീവിതത്തിന്. അച്ഛനെയും മകനെയും റോഡിലൂടെ വലിച്ചിഴച്ച് കാർ യാത്രക്കാർ പോയെന്ന് പരാതി. അതിക്രമം കൊച്ചിയിൽ. ദൃശ്യം സഹിതം പരാതി നൽകിയിട്ടും കേസെടുക്കാതെ പോലീസ്. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറി അടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി പുഴയിൽ തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണ് രക്ഷാപ്രവർത്തകർ. കരസേനയുടെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നേരത്തെ സിഗ്നൽ ലഭിച്ചയിടത്ത് ലോറി കണ്ടെത്താനായില്ല. അതേസമയം നദീതീരത്ത് പുതിയ സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട്. ഷിരൂരിൽ നിന്ന് KV ബൈജു തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ബൈജു, 7ാം ദിവസവും അവസാനിക്കുന്നു. തെരച്ചിൽ 7ാം നാളും അവസാനിക്കുമ്പോൾ മണ്ണിനടിയിൽ ലോറി ഇല്ല എന്നുള്ള സ്ഥിരീകരണം വരുന്നു. അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണോ? നദിക്കരയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സിഗ്നൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? അപർണ, തീർച്ചയായും സൈന്യം ഔദ്യോഗികമായാണ് ഈ സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കരയിലെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനി നദിയിലാണ്. ഈ പുഴക്ക് അരികിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. ഈ മണ്ണ് മുഴുവൻ ഇനി നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്തായിരിക്കും ഈ ലോറി ഉൾപ്പെടെ അർജുനും
ഉള്ളത് എന്ന നിഗമനത്തിൽ തന്നെയാണ് സൈന്യമുള്ളത്. ഏതായാലും റഡാർ പരിശോധന ഇന്ന് നദിക്കരയിൽ നടത്തിയപ്പോൾ രണ്ടിടത്താണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ രണ്ടിടങ്ങളിൽ ആയിരിക്കും നാളെ രാവിലെ മുതൽ ഇത്തരത്തിൽ പരിശോധന ആരംഭിക്കുക. ഏകദേശം ഇന്ന് NDRFന്റെയും SDRFന്റെയും പോലീസിന്റെയും ഒക്കെ സംഘം ഇവിടെ നിന്നും ഇപ്പോൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് അല്പസമയം മുമ്പ് നമുക്ക് കണ്ടത്. ഏകദേശം രക്ഷാപ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ച മട്ടാണ്. ഏതായാലും 7 മണിയോടുകൂടി ഇന്നത്തെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നിരവധി പേർ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇന്ന് പങ്കാളികളായിരുന്നു. അവരെല്ലാം ഇന്ന് കയ്യും മെയ്യും മറന്ന് ഇത്തരത്തിൽ അവസാനമായ പ്രതീക്ഷയുമായി രഞ്ജിത്തിനായി ഈ മലയുടെ താഴ്വാരത്തിലുള്ള മണ്ണുകൾ മുഴുവൻ ഇന്ന് നീക്കം ചെയ്തു. സൈന്യം എത്തിയതോടുകൂടിയാണ് ഈ തെരച്ചിൽ ഊർജിതമായത്. എന്തായാലും അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ദിവസം വേണ്ടി വന്നു. കരയിൽ അർജുന്റെ ലോറിയോ മറ്റ് ഈ നാട്ടുകാരായ 2 പേരോ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് 7 ദിവസം വേണ്ടി വന്നു. അതിനൊരു സ്ഥിരീകരണത്തിന് ഈ സൈന്യം എത്തേണ്ടി വന്നു. എന്തായാലും നാളെ ഈ നാവികസേനയുടെ പ്രത്യേക സംവിധാനങ്ങൾ നാളെ ഉണ്ടാകും. അവരുടെ കൂടി സംയുക്തമായ തെരച്ചിൽ സൈന്യം, നാവികസേന, ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ, NDRFന്റെ സംഘം, പോലീസ്, ഫയർഫോഴ്സ് എല്ലാം സംയുക്തമായുള്ള തെരച്ചിലായിരിക്കും. എത്രയും പെട്ടെന്ന് ഈ പുഴയിൽ നിന്നുള്ള തെരച്ചിലിൽ നിന്നും ഈ അർജുനെയും ഒപ്പം ലോറിയെയും ഒപ്പം നാട്ടുകാരായ 2 പേരെയും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇനിയുള്ളത്. ഏതായാലും KV ബൈജു വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ 90% മണ്ണ് നീക്കിയിട്ടും അർജുനെയും ലോറിയും കണ്ടെത്താൻ കഴിയാത്തതോടെ ലോറി കരയിലില്ല എന്ന നിഗമനത്തിലേക്ക് കർണാടക ദൌത്യസംഘം എത്തിയിരിക്കുന്നു. KV ബൈജു, വീണ്ടും ഇതിനകത്ത് ലോറി ഉടമ മനാഫ് ആവർത്തിക്കുന്നത് ലോറി നിർത്തിയിടന്ന് നീങ്ങിപ്പോയിട്ടില്ല എന്നുള്ളൊരു നിലപാടുണ്ട്. 400-ലധികം തടികൾ ഉണ്ടായിരുന്ന ഒരു ലോറിയാണ് ഇത്. നദിയിൽ ലോറി വീണിരുന്നെങ്കിൽ കയറ് പൊട്ടിയേനെ, തടിക്കഷ്ണങ്ങൾ വെള്ളത്തിലൊഴുകിയേനെ. ഈ ഇത്രയും മണിക്കൂറുകൾ നേരത്തെ അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ട പരിശോധനയിൽ ഒരു തടിക്കഷ്ണം പോലും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നദിയിൽ വീണയാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ്, അതേത് തരത്തിലാണ്, അർജുനും ലോറിയും എവിടെ? ആ ചോദ്യം കൂടുതൽ സങ്കീർണമാകുന്ന ഒരു നിമിഷത്തിലേക്കൊക്കെ കടക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും ഈ ചോദ്യം, അതായത് അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ആ ചോദ്യം തന്നെ തുടരുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ ശക്തമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്, അതിലൊരു സംശയവുമില്ല. കാരണം ഈ പുഴയിൽ നമുക്ക് നോക്കിയാൽ കാണാം ആ മൺകൂനകൾ, ഒരു മല തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പുഴയുടെ ഒരു വശം മുഴുവനായും മൂടിയ നിലയിലാണുള്ളത്. ആ മണ്ണ് മുഴുവൻ ഇനി പുറത്തെടുക്കേണ്ടതുണ്ട്. അതിനടിയിലാണോ നമ്മുടെ അർജുന്റെ ലോറി, അത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഈ മലയുടെ ഈ പുഴയുടെ എതിർവശത്ത് മലയുടെ താഴ്വാരത്തായിരുന്നു അർജുൻ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അവിടെയാണ് ഈ വാഹനങ്ങളെല്ലാം ഇത്തരത്തിൽ രാത്രികാലങ്ങളിലും ഉറങ്ങാനും വിശ്രമത്തിനുമായും ഒക്കെ ഇത്തരത്തിൽ പാർക്ക് ചെയ്യുക. ആ സ്ഥലത്തിൽ നിന്നും 4 വരി പാതയും കടന്ന് ഈ പുഴയിലേക്ക് ഇത്തരത്തിൽ ഇത്രയും ഭാരമുള്ള ഒരു വാഹനം, അതിൽ നിറയെ മരമാണ്. ആ മരം ഉൾപ്പെടെയുള്ള ഈ വാഹനം ഏതെങ്കിലും തരത്തിൽ ഒരു അവശിഷ്ടം പോലും, ഈ മരത്തിന്റെ ഒരു അവശിഷ്ടം പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ലോറി ഒന്നാകെ ആ മലയുടെ മണ്ണിടിച്ചിലിനൊപ്പം ഈ പുഴയിലേക്ക് പതിച്ചതായാണ് ഏതായാലും സൈന്യവും ആ രീതിയിലാണ് നിഗമനത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുഴയിൽ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ 2 ഇടത്ത് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ റഡാർ ഉപയോഗിച്ചുള്ള സിഗ്നൽ അത് ലോറിയുടേത് തന്നെ ആകണമെന്നില്ല. ഏതെങ്കിലും ലോഹം ഉൾപ്പെടെയുള്ള അത്തരം വസ്തുക്കൾ ഉണ്ടെങ്കിൽ റഡാർ അത് കണ്ടെത്തും. ഏതായാലും വലിയ 8 മീറ്റർ ആഴത്തിൽ വരെ ഇത്തരത്തിൽ സിഗ്നൽ കണ്ടെത്താൻ ഉള്ള അത്തരത്തിലുള്ള ഒരു റഡാർ സംവിധാനമാണ് സൈന്യം ഇന്ന് കൊണ്ടുവന്നത്. ഒപ്പം ഒരു സ്വകാര്യ ഏജൻസിയുടെ ഒരു റഡാറും ഇന്ന് സ്ഥലത്ത് കൊണ്ടുവന്നു. ഈ 2 റഡാറുകളും ഇത്തരത്തിൽ ഇന്ന് പരിശോധനക്കായി ഈ ഉടനീളം ഉണ്ടായിരുന്നു. ഇപ്പോഴും റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഈ നദിക്കരയിൽ പരിശോധന തുടരുകയാണ്. അപ്പോഴും മലയുടെ താഴ്വാരത്തിലുള്ള ഈ മുഴുവൻ മണ്ണും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു, അവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. അതായത് റോഡ് ഗതാഗത യോഗ്യമായിരിക്കുന്നു. എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ ആ റോഡ് ഗതാഗത യോഗ്യമായിരിക്കുന്നു. പക്ഷേ പുഴയിൽ ഇത്തരത്തിൽ പതിഞ്ഞിരിക്കുന്ന മണ്ണുകൾ എല്ലാം തന്നെ ഇനി നീക്കം ചെയ്യേണ്ടതുണ്ട്. അത്രത്തോളം ദുഷ്കരമാണ് ഇനി വരാനുള്ള പ്രവർത്തികൾ. ഇനിയാണ് യഥാർത്ഥത്തിൽ അത്ര ദുഷ്കരമായ പ്രവർത്തികൾ വരുന്നത്. നേരത്തെ ഈ മലയുടെ മുകളിൽ നിന്നും വീണ മണ്ണും കല്ലും ചെളിയും ഒക്കെ മാറ്റാൻ തന്നെ ഇപ്പോൾ 7 ദിവസം എടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പുഴയിൽ നിന്നും അർജുനെയും
എങ്ങനെ കണ്ടെത്തും എന്ന ഒരു ചോദ്യം തന്നെയാണ് വലിയ അത്തരത്തിലുള്ള ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ് ഈ സൈന്യത്തിനും ബൈജുവിലേക്ക് തിരികെ എത്താം. അങ്ങനെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇനിയുള്ള പരിശോധനകൾ അത് എത്രത്തോളം കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി കെ.വി. ബൈജു ഷിരൂരിൽ നൽകുമ്പോൾ സുവി വിശ്വനാഥനും നമുക്കൊപ്പം ചേരുന്നു. സുവി, പുഴയിലുള്ള പരിശോധന, വലിയ മൺകൂനകൾ പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്നു, അത് എങ്ങനെയാണ് പരിശോധന റഡാറിനടക്കം നടത്താൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം നിൽക്കുമ്പോഴാണ് പുഴയിൽ വീണ ബുള്ളറ്റ് ടാങ്കർ അല്പം മുൻപ് കരക്കെത്തിച്ചത്. അത് 7 കിലോമീറ്ററോളം മാറിപ്പോയാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇത് ലോറി പുഴയിൽ കണ്ടെത്താനുള്ള ഒരു സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷ ഇത് നൽകുന്നുണ്ടോ? ഇപ്പോഴും അർജുനും മറ്റ് 2 പേർക്കുമുള്ള തിരച്ചിൽ തുടരുകയാണ്. നേവിയാണ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്. കരയിൽ ലോറി ഇല്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റെന്തെങ്കിലും ലോഹവസ്തുക്കളുടെ സാന്നിധ്യമായിരിക്കാം അത്തരത്തിൽ ഒരു തിരച്ചിലിന് കാരണമായിരിക്കുക, മെറ്റൽ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യാൻ കാരണമായിട്ടുണ്ടാവുക എന്ന ഒരു നിഗമനത്തിലാണ് സൈന്യം ഉള്ളത്. സൈന്യം സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്, ആ മണ്ണ് കൂനകൾക്കടിയിലൊന്നും തന്നെ ലോറിയില്ല, അല്ലെങ്കിൽ അർജുന്റെ ലോറിയില്ല. പകരം ഈ ലോറി പുഴയിലേക്ക് വീണിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന സൂചന. ആ തിരച്ചിലും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും 2 മൺകൂനകളാണ് ഈ ഗംഗാവലി നദിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അത് 21 അടിയോളം ഉയരത്തിലാണ് എന്നാണ്, അതായത് ഗംഗാവലി നദിക്ക് 21 അടിയോളം താഴ്ചയുണ്ട്. അതിന് മുകളിലേക്ക് ഉയർന്ന രീതിയിലാണ് ഈ മൺകൂനയുള്ളത്. സ്വാഭാവികമായും അർജുന്റെ ലോറി അവിടെ സുവിയിലേക്ക് വരാം. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള തത്സമയ അർജുന്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. അർജുന്റെ കുടുംബം എന്താണ് ഈ ഘട്ടത്തിൽ കുടുംബത്തിന്? ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തുനിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് ഗൺസാ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു. പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും ഓലെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാര്യമായിട്ട് സംഭവിച്ചത് ഇവിടുന്ന് രഞ്ജിത്ത് സാറ് പോയത് മാത്രമാണ്. ആ സാറ് പോയതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിൻ്റെതായിട്ടുള്ളൊരു ഭാഗം നടക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിന്റെ ഈ ഒരവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഓലെ ഞാൻ കുറ്റം പറയല്ല, ഓൽക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട്. പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയമുണ്ട്. ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ ഇല്ലാന്ന് തെളിയിക്കാന്നുള്ള ആരൊക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുക. ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വരുമെന്ന് വിചാരിച്ചല്ല. ഇങ്ങനെയൊരവസ്ഥ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം അവിടുത്തെ നിരീക്ഷിച്ചുകൊണ്ട് വന്നാണ്. അവിടെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഞാനായിട്ട് ഇമ്പളെ കലക്ടറെ ബന്ധപ്പെടുത്തിയും കൊണ്ട് എന്റെ നമ്പർ കൺഫേം ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നമ്പർ കൊടുത്ത് ആ നമ്പർ അനുസരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്നേരം എനിക്ക് ചെയ്തു തരുമെന്ന് ഒരു പറഞ്ഞ് ഒരു മെനിയാന്ന് വൈകുന്നേരം ഇമ്പളെ MP സാറിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം നടന്ന ഇങ്ങനെ പത്രക്കാരാണ് ഇതൊന്ന് പൊന്തിച്ചു വരിച്ചത്. ഈ അതനുസരിച്ച് മെനിയാന്ന് വൈകുന്നേരം 6 മണിക്ക് അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളെല്ലാ സംശയങ്ങളും ചോദിക്കുക, നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള സംഭവങ്ങളെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരുമെന്നും പറഞ്ഞ് അങ്ങനെ അവരയച്ചു തന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതെല്ലാം അവരെന്നെ ഡിലീറ്റ് ചെയ്ത്. പിന്നെ യാതൊരു ബന്ധങ്ങളുമില്ല. അന്ന് രാത്രി വൈകുന്നേരം വരെ ഇത് മണ്ണെടുക്കൽ തുടരുമെന്ന് പറഞ്ഞ് അത് അന്ന് പതിവിൽ നേരത്തെ നിർത്തി. പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്, ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് 3 ആൾ പോയിട്ടും 2 മുതലാളിമാരും അവിടെ ഉണ്ട്, ഒരു ഡ്രൈവറും. ഇവരൊന്നും അടുത്തേക്ക് കടത്തിവിടൂല. കടത്തിവിടുമ്പം പോലീസിന്റെ മർദ്ദനേറ്റും കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ പോലെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് പോയ ആളുകളൊക്കെ ഒരു മാനസികാവസ്ഥ ഇപ്പൊ എല്ലാവർക്കും ആലോചിച്ച് അറിയാലോ. ഇത്രയും ദിവസമായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി കളിച്ചാണ്. ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞയച്ചത്, ആ വ്യവസ്ഥയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്യുപ്മെന്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്ന് ഇതിന് കാത്തുക്കുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിന്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഓലെ കയ്യിൽ തെളിവില്ല. പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്തതിലും മോനെ കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു കുഴി ഉണ്ടായിനി പുഴേന്റെ സൈഡിൽ, ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷെ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കുഴീന്റെ മേലേക്ക് ഇവിടുന്ന് എടുത്ത മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക്. പിന്നെ
ഇനിയിപ്പം നേവിന്റെ ആൾക്കാർ വന്ന് വീണ്ടും തരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നാൾ വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തോ നേവലിനി അല്ലേനോ? കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ. അപ്പോൾ ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളൂ വില. ഈ ഒരു മനുഷ്യനെ തെരഞ്ഞിട്ട് അവിടുന്ന് കുറെ വേറെ ബോഡികളൊക്കെ കിട്ടി. അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ? ഇത് ഇവിടെ മലയാളത്തിൽ മാത്രം പോരാ, ഇത് ഈ ഓൾ ഇന്ത്യ ശ്രദ്ധയിലേക്ക് വരണം. ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ആളുകൾ മിസ്സിംഗ് ആണ് അതാന്ന് പറഞ്ഞിട്ട് വേദനിക്കുന്നതൊക്കെ എത്രയോ ആളുകളുണ്ടാവും. അവിടെ എൻ്റെ ചെറിയ മോൻ പറയാണ്, അമ്മേ ഇവള് മലയാളികളായതുകൊണ്ട് ഇമ്പക്ക് എല്ലാവരും സപ്പോർട്ടും എല്ലാവരും അറ്റൻഷനും കിട്ടി. ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു 3 പാവ സ്ത്രീകൾ വേറെ 2 തമിഴ് മനുഷ്യന്മാരും വന്നിട്ട് ആൾക്കാരൊക്കെ അവിടെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ് അമ്മേ ചെയ്യുന്നത്. പിന്നെ പുഴേന്റെ അപ്പുറത്തും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതും ഒരു നീതിയൊന്നും ആർക്കും കിട്ടുന്നില്ല. ഞങ്ങളെ കൂടെ ഇവർ നടന്നിട്ട് ഇവരോട് ഇങ്ങനെ താഴ്ന്ന് പറയുന്നുണ്ട്. ഇവർ ഓരോ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ പറയുന്ന അവിടെ ആ ഹോട്ടല് എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനാണ് ഇവർക്ക് മിസ്സായ ആള്. അയാൾ ആ ഹോട്ടലിൽ മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിന്റെ ബാക്കി ഭാഗത്തേക്ക് ഇവർ ഓരോ മുന്നിൽ കൂടെ കൊണ്ടുപോയി മണ്ണ് കോരിയിടുക ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് പറയുമ്പോൾ എന്താ അറിയോ, അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക. ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു സംസ്ഥാനം തോന്നുക. എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റൂല. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങൾ. ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ 3 ആളിലും ഒരുപോലെ പോവും. 3 മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലോ വിളിക്കാൻ പറ്റിയില്ല. രാവിലെ 3 മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് മോന്റെ മെസ്സേജിന്റെ ഫോണിലുണ്ടാവും. എന്റെ ഫോണെടുത്ത് നോക്കി അങ്ങ് കാണാം. ഈ വൈകാരികമായ സമ്മർദ്ദം എന്റെ മോനെ അവിടുന്ന് ഓരോ ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളും. ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങളെ എങ്ങനെ വിഷമിക്കുമോന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാരെത്രത്തോളം വിഷമിക്കുന്നതെന്ന്. പിന്നെ അവന്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് എനിക്ക് സഹനം എന്നുള്ള എന്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികള് നെഗറ്റീവ് കമന്റ് അടിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം. അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല. ഇത്രയൊക്കെ എനിക്ക് എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീന്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയി ഇട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇമ്പൊക്കെ സത്യമായിട്ടുമ്പോളെ MP സാറ് ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകര് ഇവിടുത്തെ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകളെ പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്തു. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സഹായം പോയി കിട്ടിയില്ല. കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെന്റ്സും ഉണ്ടാവുക, ഇനി അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയാ, ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി. മതി, എനിക്ക് അത്രേ പറയാം. എന്താ ചോദിക്കാണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഉണ്ടോ? ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ഠി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? അർജുനെ ജീവനോടെ കിട്ടുമെന്ന് ഇനി പ്രതീക്ഷയില്ല എന്ന് അത്യന്തം വികാരഭരിതമായി അർജുന്റെ അമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.
സൈന്യം വന്നിട്ടും നടപടി ഉണ്ടായില്ല. സൈന്യം നിരാശപ്പെടുത്തി. രഞ്ജിത്ത് ഇസ്രായേലിന്റെ ശ്രമം മാത്രമാണ് കൃത്യമായി നടന്നത്. ശരിയായ നിർദ്ദേശങ്ങൾ സൈന്യത്തിന് നൽകുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്നുള്ള കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. അന്വേഷണം മെല്ലപ്പോക്കിലാക്കാൻ, പ്രഹസനമാക്കാൻ ആരോ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണം, വിമർശനം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. പട്ടാളത്തിന് ഇത്ര ചെലവ് കൊടുത്ത് വരുത്തിയത് ആരെയോ കാണിക്കൽ മാത്രമായിരുന്നു, സൈന്യത്തെ കോമാളിയാക്കുകയായിരുന്നു എന്നും വളരെ വിഷമത്തോടുകൂടി അർജുന്റെ അമ്മ മാധ്യമങ്ങളോട് പറയുന്നത്. നേവി ഇനിയും പരിശോധന ചെയ്തിട്ട് എന്ത് കാര്യമുണ്ടാകാനാണ് എന്നവർ ചോദിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദേശീയ ശ്രദ്ധ ഇതുവരെ ഈ വിഷയത്തിൽ കിട്ടാത്തത്? അപകടത്തിൽപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് കേരളത്തിലുള്ളവർക്ക് കിട്ടിയ ഈ പരിഗണന പോലും കിട്ടിയില്ല. കേരളത്തിലുള്ളവരെ കള്ളന്മാരെ പോലെ കാണുകയാണ് അവിടെയുള്ളവർ എന്നും പറയുന്നു. അഫ്ഗാനിസ്ഥാനിലാണോ ജീവിക്കുന്നത് എന്ന് തോന്നുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നും പറയുകയാണ് അർജുന്റെ അമ്മ. പറയുന്നു അവരുടെ വിനേഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. വിനേഷ്, അത്യന്തം വിഷമത്തോടുകൂടി, ഒരു പക്ഷേ നമ്മൾക്ക് കേട്ടിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചു മുറിയുന്ന രീതിയിലാണ് അർജുന്റെ അമ്മ പറയുന്നത്. ആ വിമർശനം, അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കേന്ദ്രത്തിനെതിരെ, കർണാടക സർക്കാരിനെതിരെ, സൈന്യം പോലും കോമാളികളായി എന്ന് പറയുന്നു. പരിപൂർണമായിട്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ സംസാരമാണോ, വാക്കുകളാണോ കേട്ടത് വിനീഷ്? അപർണ, ഇത് പൊതുസമൂഹത്തിന്റെ ഒരു സംശയങ്ങൾ തന്നെയാണ് അർജുന്റെ അമ്മ ഷീലയും പറയുന്നത്. കാരണം പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടായ ആളുകൾ പറയുന്നതാണ്. അവിടെ ഒരു വഴിപാട് പോലെയുള്ള ഒരു തിരച്ചിൽ മാത്രമാണ് നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷീലയും അക്കാര്യം അത് തന്നെയാണ് പറയുന്നത്. അതായത് അർജുന്റെ അമ്മ ഷീലയും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. സൈന്യം കോമാളികളെ പോലെയാണ്. സൈന്യത്തിനെ ഇറക്കിയവർ കേവലം സൈന്യത്തെ ഇറക്കുക മാത്രം ചെയ്യുകയും അവർക്ക് അതിനാവശ്യമായ എക്യുപ്മെന്റും മറ്റും കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് അവിടുത്തെ നമ്മുടെ സംവിധാനം, നമ്മുടെ വ്യവസ്ഥിതി ഇങ്ങനെയായി പോയി എന്നുള്ളതാണ്. മലയാളി ആയതുകൊണ്ട് മാത്രമാണ് അർജുന്റെ കാര്യത്തിൽ ഇത്രയെങ്കിലും ഒരു അറ്റൻഷൻ ലഭിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം, മറ്റിപ്പോൾ 2-3 മൃതദേഹങ്ങൾ അവിടെ നിന്ന് മറ്റോ 2-3 ആളുകളുടെ മൃതദേഹങ്ങൾ കൂടി ഇനിയും ലഭിക്കാനുണ്ട്. ഇക്കാര്യത്തിൽ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ കരഞ്ഞു വിളിച്ചിട്ട് പോലും അത് കൃത്യമായി അത് വകവയ്ക്കാത്ത ഒരു നിലപാടാണ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെത് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർണാടകയിലെ പ്രകൃതി ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, കേന്ദ്ര പ്രകൃതി ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ നോക്കുകുത്തിയാണ് എന്ന അവരുടെ വാക്കുകളിൽ പ്രകടമാണ്. അവർ പറയുന്നതിനൊപ്പം അവർക്കൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്. കാരണം അവിടെ നിന്ന് KV ബൈജു, നമ്മളുടെ പ്രതിനിധി KV ബൈജു ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. മാധ്യമ പ്രവർത്തകരെയും മറ്റും മാറ്റി നിർത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളെ മാറ്റി നിർത്തുന്നു. അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ നടപടി, ഇങ്ങനെ ഭരണകൂട ഭീകരത അതിഭീകരമായി തന്നെ അവിടെ നടപ്പാക്കുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് അവർക്ക് നീതി കിട്ടുക? അതുപോലെ തന്നെ ഈ മണ്ണ് എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരയിലോ പുഴയിലോ ആ ഭാഗത്തേക്ക് ഒരു കുഴിയിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ട്, പുഴയോട് ചേർന്ന് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൃത്യമായി പരിശോധന നടത്താതെ മറ്റ് ഭാഗത്തുള്ള മണ്ണ് മുഴുവൻ ആ കുഴിയിലേക്ക് കൊണ്ടിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിനകത്തുണ്ടോ എന്നുള്ളൊരു ആശങ്ക കൂടി എന്തായാലും അർജുന്റെ അമ്മ പറയുന്നുണ്ട്. നമുക്കറിയാം അർജുന്റെ സഹോദരൻ അവിടെ സ്ഥലത്തുണ്ട്. സഹോദരൻ അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ സ്ഥലത്തുണ്ട്. അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഒരു വിഭാഗം ആളുകൾ ഇത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള വളരെ കുറുക്കിക്കൊള്ളുന്ന വളരെ കൃത്യമായ മറുപടി തന്നെയാണ് ഷീലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അർജുന്റെ കുടുംബം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഇന്ന് രാവിലെ അർജുന്റെ സഹോദരിയായ അഞ്ജു ഇക്കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പ്രതീക്ഷയുടെ അവസാനത്തെ നിമിഷങ്ങളാണ്, അതുപോലും നഷ്ടപ്പെടുന്നു. ആ പ്രതീക്ഷയ്ക്ക് മുകൾ കരിനിഴൽ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തായാലും അവന് ജീവനോടെ കിട്ടിയില്ല, അവന്റെ മൃതദേഹങ്ങളിൽ ലഭിക്കാൻ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനെങ്കിലും ഒരു ഇടപെടൽ അവിടുത്തെ ഭരണകൂടം. തീർച്ചയായിട്ടും അത്യന്തം വിഷമത്തോടു കൂടിയാണ് അർജുന്റെ അമ്മ ഷീല മാധ്യമങ്ങളെ കണ്ടത്. ഇനി അർജുൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല എന്ന് കുടുംബം പറയുന്നു. സൈന്യം ഞങ്ങളെ നിരാശപ്പെടുത്തി. ഇപ്പോൾ നടക്കുന്ന പരിശോധന ആരെയോ കാണിക്കാനുള്ള പ്രഹസനം മാത്രമാണ്. പുഴയിലല്ല പരിശോധന നടത്തേണ്ടത്, മണ്ണിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന നടത്തിയില്ല എന്ന്
കുറ്റപ്പെടുത്തിക്കൊണ്ട് വേദനയോടുകൂടി കുറ്റപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് അർജുന്റെ അമ്മ ഷീല സംസാരിച്ചത്. അതിനിടയിൽ ഇപ്പോൾ വരുന്ന വാർത്ത, ഷിരൂരിൽ നിന്ന് സൈന്യം മടങ്ങുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരികയാണ്. അതായത് കരയിലുള്ള പരിശോധന പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുന്നു, ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി വരികയാണ്. KV ബൈജുവിലേക്ക്. ഷിരൂരിൽ സൈന്യമടക്കം നടത്തിയത് വെറും പ്രഹസനമാണെന്ന് അർജുന്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ച ഒരു സമയത്ത്, കുറ്റപ്പെടുത്തുന്ന വേദനയോടുകൂടി കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഷിരൂരിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും പുതിയ വാർത്ത, സൈന്യം മടങ്ങുന്നു എന്നുള്ളതാണ്. KV ബൈജു നമുക്കൊപ്പം ചേർന്നു. ബൈജു, കരയിലുള്ള തെരച്ചിൽ പൂർണ്ണമായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ കൃത്യമായി നടത്തിയില്ല, പ്രഹസനമാക്കി കൊണ്ടുപോയി, ആരെയോ കാണിക്കൽ മാത്രമാണ് നടത്തിയതെന്ന്, ഇനി പ്രതീക്ഷ അവസാനിച്ചിരിക്കുന്നു എന്ന് അർജുന്റെ കുടുംബം പറയുന്ന നിമിഷമാണ് സൈന്യം മടങ്ങുന്നു എന്നുള്ള വിവരം വരുന്നത്. അതായത് മണ്ണിനടിയിലുള്ള അല്ലെങ്കിൽ മണ്ണിലെ പരിശോധന ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നു, സൈന്യത്തിന്റെ പരിശോധന ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നു. അങ്ങനെ വേണമോ വിലയിരുത്താൻ? തീർച്ചയായും അപർണ, ഒന്നിനുമേലൊന്നായി ഇത്തരത്തിൽ വളരെ ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഷിരൂരിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ സൈന്യം കലക്ടർക്ക് കത്ത് നൽകിയിരിക്കുന്നു. കരയിലുള്ള തങ്ങളുടെ ജോലി പൂർത്തിയായിരിക്കുന്നു. ഈ പുഴയിലുള്ള തെരച്ചിൽ തങ്ങൾക്ക് സാധ്യമല്ല. അത് മറ്റ് മറ്റു നാവികസേനയും ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മടങ്ങിപ്പോകുന്നു എന്ന രീതിയിലുള്ള കത്താണ് നൽകിയത്. ഇതിൽ ബംഗളൂരു ആസ്ഥാനത്ത് നിന്നും ഒരു അറിയിപ്പ് കൂടി ഔദ്യോഗികമായി വരാനുണ്ട്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൈന്യം തിരിച്ചു പോകുന്നു എന്നാണ്. ഇന്ന് 6:00 അതായത് അല്പസമയത്തിനകം ഇന്നത്തെ തെരച്ചിൽ പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ NDRF-ഉം പോലീസും ഫയർഫോഴ്സും ഒപ്പം നാവികസേനയുടെയും തെരച്ചിലാണ് നാളെ ഉണ്ടാവുക. അത് നാളെ കൂടിയാലോചനയുണ്ട്. രാവിലെ കൂടിയാലോചന നടത്തി ഏത് രീതിയിലാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തേണ്ടത് എന്ന ഒരു കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കും ഇത്തരം രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എന്ന ഒരു വിവരം കൂടി നമുക്ക് വരുന്നുണ്ട്. എന്തായാലും വളരെ ആശങ്കയും നിരാശയുണ്ടാക്കുന്ന വിവരങ്ങളുമാണ് നമുക്കിപ്പോൾ ഈ ഷിരൂരിൽ നിന്നും പങ്കുവെക്കാനുള്ളത്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ലോറി കണ്ടെത്താനുണ്ട്, മറ്റു 2 പേരെ കണ്ടെത്താനുണ്ട്. അത് വലിയ പ്രതിഷേധം ആ ഭാഗത്തൊക്കെ അവിടുത്തെ പ്രദേശവാസികളുടെയൊക്കെ പ്രതിഷേധം ഉയരുന്നതും നമ്മൾ കാണാൻ ഇടയായി. എന്തായാലും കരയിലെ മാത്രം ഈ പ്രവർത്തനം, അത് രക്ഷാപ്രവർത്തനത്തിന് ശേഷം സൈന്യം മടങ്ങുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു സൈന്യം ഇവിടെ എത്തിയപ്പോൾ. പ്രത്യേകിച്ച് കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സൈന്യം എത്തിയത്. പക്ഷേ അവർ തിരിച്ചു പോകുന്നു. ഏതായാലും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയ വിശദീകരണം, അത് തീർച്ചയായും സൈന്യത്തിന് ഈ പുഴയിലുള്ള തെരച്ചിലിന് സൈന്യത്തിന് അത്രത്തോളം ഇടപെടാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് ഏതായാലും കരയിലുള്ള അവരുടെ പ്രവൃത്തികൾ ഇന്ന് അവസാനിച്ചിരിക്കുന്നു. അത് ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കരയിലുള്ള മുഴുവൻ മണ്ണും മാറ്റി കരയിലില്ല എന്ന ഔദ്യോഗികമായ ബൈജു, സൈന്യത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോൾ സൈന്യത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോൾ അർജുന്റെ കുടുംബം പറയുന്നത് സൈന്യത്തെ കോമാളിയാക്കി, സൈന്യത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എക്യുപ്മെന്റ് നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈജു, ഈ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം ബൈജു ഷിരൂരിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. സൈന്യം എത്താനെടുത്ത കാലതാമസം, എത്തിയതിനു ശേഷം നടത്തിയ പരിശോധന, ഇതൊക്കെ ആയിരിക്കും ഇനി വരും മണിക്കൂറുകളിൽ വിമർശന വിധേയമാക്കപ്പെടുക. പ്രത്യേകിച്ച് അർജുന്റെ കുടുംബം ഈ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ സൈന്യം മടങ്ങുകയും ചെയ്യുമ്പോൾ സൈന്യത്തിന് നൽകിയ നിർദ്ദേശങ്ങളടക്കം പരാമർശ വിധേയമാക്കപ്പെടുന്നില്ലേ, വിലയിരുത്തപ്പെടുന്നില്ലേ? അത് വിമർശന വിധേയമാക്കപ്പെടേണ്ടതല്ലേ? എങ്ങനെയാണ് തോന്നുന്നത് ബൈജു? തീർച്ചയായും രാവിലെ തന്നെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് യുദ്ധമുഖത്ത് സന്നദ്ധരായിരിക്കുള്ള അത്തരത്തിലുള്ള കരസേനയുടെ വിഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വരേണ്ടത് ബാംഗ്ലൂരിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരാണ്. ആ സംഘത്തെ എത്തിക്കുന്നതിന് പകരം യുദ്ധമുഖത്തുള്ള ഇത്തരത്തിലുള്ള സൈനികരെയാണ് ഇവിടെ എത്തിച്ചത്. അവരുടെ പ്രവർത്തനം ഇത്തരത്തിൽ ഇതിനുപയോഗിക്കാൻ ഏതെങ്കിലും സാങ്കേതിക വിദ്യ ഇവർക്കുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അതേ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇന്നും നടന്നത്. അതിന് സൈന്യം അവിടെ നേതൃത്വം നൽകി എന്ന് മാത്രമാണ്. സൈന്യത്തിന്റെ സേവനം പൂർണ്ണമായും ഇന്ന് ലഭ്യമായോ എന്ന് ചോദിച്ചാൽ ഇന്ന് ലഭ്യമായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഒപ്പം ഈ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ
അതായത് കന്നഡ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ എത്തിയപ്പോഴും തടയുന്ന സാഹചര്യം, ഒരാളെ പോലും ഒരു ദൃശ്യം പോലും ഇവിടുന്ന് ചിത്രീകരിക്കരുതെന്ന നിർബന്ധം ഇന്നുണ്ടായിരുന്നു. അത് തീർച്ചയായും സൈന്യത്തിന് ഇന്ന് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഏതായാലും കരയിലെ പ്രവർത്തിക്കായിരിക്കാം, ഒരുപക്ഷെ കരയിൽ ഇത്തരത്തിൽ ലോറിയും അർജുനും ഉണ്ട്, ആ രീതിയിലായിരിക്കും സൈന്യത്തെ അറിയിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനം അവർ നിർത്തിവെച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി തന്നെ സംഘം മടങ്ങും. പക്ഷേ ബാംഗ്ലൂരുവിലെ ആസ്ഥാനത്തിൽ നിന്നും മടങ്ങുന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായ വിവരം ലഭിക്കേണ്ടതുണ്ട്. ആ ഔദ്യോഗിക വിവരം ഏത് സമയത്തും എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും സൈന്യം പോകുന്നതോടുകൂടി പഴയ നിലയിലുള്ള തെരച്ചിൽ അത് തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക. വലിയ വിമർശനവും വലിയ ചോദ്യങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് അർജുനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കുന്നു? നേരത്തെ ഈ കരയിലുള്ള പ്രവർത്തനത്തിൽ തന്നെ 7 ദിവസം എടുത്തു ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിക്കാൻ. എന്തായാലും ഈ പുഴയിൽ അതീവ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനത്തിന് തന്നെയായിരിക്കും നേതൃത്വം നൽകേണ്ടത്. അതിനി നേവിയും മറ്റ് സംഘങ്ങളും ഒരുമിച്ച് ഇത്തരത്തിൽ സംയുക്തമായി തെരച്ചിൽ നടത്തുമ്പോൾ അവർക്ക് കൂടിയാലോചന നടത്താനുണ്ട്. ഇനി എത്ര ദിവസം വേണ്ടിവരും ഇതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടത് എന്നതാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. ബൈജു, നദിക്കരയിലുള്ള സിഗ്നൽ, നമ്മൾ ഇപ്പോൾ അർജുന്റെ കുടുംബം എടുത്തിരിക്കുന്ന നിലപാട് പ്രതീക്ഷയറ്റിരിക്കുന്നു എന്നുള്ളതാണ്. സൈന്യം മടങ്ങുകയും ചെയ്യുന്നു. അപ്പോഴും നേവിയുടെ പരിശോധന തുടരുകയാണ്. ഈ കേരളത്തിലുള്ള മലയാളികൾ മുഴുവൻ ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഉറ്റുനോക്കുന്നത് ബാക്കിയുള്ള പരിശോധനകൾ തന്നെ. ശക്തമായിട്ടുള്ള റഡാർ ഉപയോഗിക്കുന്നുണ്ട്, വളരെ ആഴത്തിൽ സിഗ്നൽ കണ്ടെത്താനൊക്കെ കഴിയുന്നത്. അപ്പോൾ ഈ നദിയിൽ വലിയ അളവിൽ മണൽക്കൂനയുണ്ട്. അത് എത്രത്തോളം വലിയ തിരിച്ചടിയാവുന്നുണ്ട്? നേവിയുടെ പരിപൂർണ സജ്ജമായിട്ട് ആ സംവിധാനങ്ങളോടുകൂടി പരിശോധന നടത്തുമ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത് ഇനിയുള്ള മണിക്കൂറുകളിൽ അത് തന്നെ ആയിരിക്കുമോ? തീർച്ചയായും ഇതിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് പുറമേ നിന്നും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകർക്ക് ഇതിൽ കാര്യമായ പങ്കുവഹിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ്. ഇതിൽ വേണ്ടത് വലിയ സാങ്കേതിക വിദഗ്ധരായവർ, അതുപോലെ തന്നെ സാങ്കേതിക സൗകര്യങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇനി പ്രാധാന്യം. ഏതായാലും ആൾബലം ഉണ്ടായിട്ട് കാര്യമില്ല. കൃത്യമായ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പുഴയിലുള്ള തെരച്ചിൽ പ്രായോഗികമാവും. കാരണം അത്രത്തോളം മണ്ണാണ് ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വലിയൊരു മല തന്നെ ആ പുഴയ്ക്ക് മുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ മണ്ണ് മുഴുവൻ നീക്കി ഇത്തരത്തിൽ അടിത്തട്ടിൽ ഇങ്ങനെ ഈ ലോറി ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുക വളരെ ദുഷ്കരമാണ്. ഏതായാലും ഏത് രീതിയിലൊക്കെയാണ് ഈ പ്രവർത്തനം എന്നത് സംബന്ധിച്ച ഒരു കൂടിയാലോചന നാളെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം മാത്രമേ നാളെ തിരച്ചിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം തുടരൂ. ഏതായാലും 3 ജീവനുകളാണ് ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എവിടെയാണെന്നതും അതും ലോറിയുടെ ഒരു ഭാഗം പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പുഴയുടെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമോ, ഈ മണൽക്കൂനയുടെ ഒക്കെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമോ? എങ്ങനെ ഏത് രീതിയിലാണ് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരിക? അത് മാത്രമല്ല സൈന്യമാണ് റഡാർ സംവിധാനം ഉൾപ്പെടെ 2 സിഗ്നലുകൾ ഇന്ന് കണ്ടെത്തിയത്. സൈന്യം കൂടി തിരിച്ചു പോകുന്നതോടുകൂടി ഇനി നാവികസേനയുടെ നേതൃത്വത്തിലായിരിക്കുമോ തെരച്ചിൽ? ഇനി സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ തെരച്ചിലിൽ തൃപ്തിയില്ല എന്ന് കുടുംബം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനത്തിന് തന്നെയായിരിക്കുമോ തെരച്ചിലിന്റെ ചുമതല? അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് വേദനാജനകമായ ഒരു തീരുമാനം തന്നെയാണ്. അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, അർജുനെ കാത്തിരിക്കുന്ന ലക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ കാര്യം തന്നെയാണ്. സൈന്യം തിരിച്ചു പോകുന്നു എന്നത്. ഒറ്റ ദിവസത്തെ സേവനം മാത്രമാണ് സൈന്യത്തിന്റെ ഇന്നുണ്ടായിരുന്നത്. ആ ഒരു ഈ ദിവസം കരയിലെ മുഴുവൻ പ്രവൃത്തി നടത്തി കരയിൽ ഇല്ല എന്ന് ഈ ലോറിയോ അർജുനോ അല്ലെങ്കിൽ മറ്റ് കാണാതായ 2 പേരെയോ കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിയാതെ സൈന്യം മടങ്ങുന്നു എന്ന് വേണം ഈ സമയത്ത് നമുക്ക് വിലയിരുത്താൻ. ബൈജു പറഞ്ഞതുപോലെ ഒറ്റ ദിവസം 24 മണിക്കൂറാണ് സൈന്യം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പോഴും കൃത്യമായ രീതിയിലുള്ള എക്യുപ്മെന്റുകൾ സൈന്യത്തിന് നൽകിയിരുന്നില്ല എന്നുള്ള വിമർശനം അർജുന്റെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി ഉറ്റുനോക്കാനുള്ളത് നാവികസേനയുടെ പരിശോധന മാത്രമാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിശോധന നടത്താനുള്ള സംവിധാനങ്ങളുണ്ടോ? ഈ പുഴയിൽ ഈ രീതിയിലുള്ള റഡാർ, വളരെ ശക്തിയുള്ള റഡാറിന് പോലും ഒരുപക്ഷെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മൺകൂനകളുള്ള സാഹചര്യം. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാൻ നാവികസേന മുതിരുമോ? അങ്ങനെ ഒരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ടാകുമോ?
അപർണ, അത് സംബന്ധിച്ച് ഈ യോഗത്തിന് ശേഷം മാത്രമേ ഏതെങ്കിലും തീരുമാനം ഔദ്യോഗികമായി നമുക്ക് ലഭിക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാവികസേനയുടെ നേതൃത്വത്തിൽ ഇന്നും ഇത്തരത്തിൽ പുഴയിൽ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഈ നേരത്തെ ഒരു സ്ത്രീ ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട്. ആ സ്ത്രീയുടെ ഏതെങ്കിലും തരത്തിലുള്ള അവരെ കണ്ടെത്താൻ പറ്റുമോ തുടങ്ങിയ ഈ കാര്യങ്ങളിൽ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ഈ പുഴയിൽ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇനിയും ഈ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പുഴയിലുള്ള തിരച്ചിൽ എത്രത്തോളം പ്രായോഗികമാവും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി വരുന്നത്. എന്തായാലും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ആ പുഴയുടെ അടിത്തട്ടിലോ പുഴയുടെ ആ ഏതെങ്കിലും ഭാഗത്തോ ഇത്തരത്തിൽ ഈ ലോറിയുടെ ഏതെങ്കിലും ഭാഗമോ അല്ലെങ്കിൽ മരമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അർജുനെയോ മറ്റു രണ്ടുപേരെയോ കണ്ടെത്താൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പുഴയുടെ തീരത്തെ മണൽ കൂമ്പാരത്തിനകത്ത് ഏറ്റവും അടിത്തട്ടിലായി ഒരു പക്ഷേ അർജുനും അതുപോലെ തന്നെ മറ്റ് രണ്ടുപേരും ഈ ലോറിയും ഉൾപ്പെടെ ഉണ്ടാകുമെന്ന ഒരു നിഗമനം തന്നെയാണ് എത്തിയത്. ഏതായാലും ഈ സൈന്യമായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ. ഇന്ന് അവസാന മണിക്കൂറിലെ നമ്മുടെ കാത്തിരിപ്പായിരുന്നു. അതിനെല്ലാം കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് നമുക്ക് ഈ വളരെ നിരാശ തോന്നുന്ന ഒരു ദിവസം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഓരോ റൈറ്റ്, ഞാൻ ബൈജുവിലേക്ക് തിരികെ എത്താം. നിരാശാപരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിട്ടുള്ള നിമിഷങ്ങളാണ്. പരിശോധന 7ാം നാളിലും കരയിലെ പരിശോധന പ്രതീക്ഷയറ്റ സാഹചര്യത്തിൽ അർജുൻ ഇനി തിരികെ വരികയില്ല, ഞങ്ങൾക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അർജുന്റെ കുടുംബം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. സൈന്യത്തെ വരെ കോമാളിയാക്കുന്ന തരത്തിലാണ് അധികൃതർ പെരുമാറിയത്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയില്ല. കാണിച്ചത് വെറും പ്രഹസനമാണ്. കേരളത്തിലുള്ളവരെ കള്ളന്മാരെ പോലെയാണ് കേരളത്തിലുള്ളവരോട് പെരുമാറുന്നത് എന്നടക്കം അർജുന്റെ അമ്മ ഷീല അല്പം മുൻപാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അർജുന്റെ അമ്മയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി വിളിച്ചാണ്. ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞയച്ചത്, ആ വ്യവസ്ഥയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്യുപ്മെന്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്ന് ഇതിന് കാത്തുക്കുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിന്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല. അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അർജുന്റെ അമ്മ ഷീല അല്പം മുൻപ് കോഴിക്കോട് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്. അത് അർജുന്റെ കുടുംബവും അർജുന്റെ അമ്മയും മാത്രമല്ല, അസംഖ്യം വരുന്ന മലയാളികൾ കേരളം ഒന്നാകെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് അർജുന്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ. എന്തുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ഗോൾഡൻ അവേഴ്സ് വിഫലമാക്കി കളഞ്ഞതുപോലെ എന്തുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയില്ല? ആ അലംഭാവം എന്തുകൊണ്ടുണ്ടായി? ആ ഉദാസീനത എന്തുകൊണ്ടുണ്ടായി? അതിനുശേഷം സൈന്യം എത്തും, സൈന്യം പരിഹാരമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് സൈന്യം ഇതാ ഷിരൂരിൽ നിന്ന് തിരിച്ചു മടങ്ങുകയാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ എന്താണ് സൈന്യത്തിന് നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ? ഏത് തരത്തിലുള്ള നിർദ്ദേശം അനുസരിച്ച് സൈന്യം അവിടെ പ്രവർത്തിച്ചു? അർജുന്റെ കുടുംബം പറയുന്നത് പോലെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാതെയായിരുന്നോ സൈന്യത്തെ വിളിച്ചു വരുത്തിയത് എന്നുള്ള ചോദ്യം കൂടി വരും മണിക്കൂറുകളിൽ ഇനി ഈ നാട് ചോദിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. നിരാശപ്പെടുത്തി സൈന്യം ഞങ്ങളെ. അന്വേഷണം മെല്ലെപ്പോക്കാക്കാൻ ആരോ ശ്രമിക്കുകയാണ്. ശരിയായ നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ കൃത്യമായിട്ടുള്ള പരാജയം, വീഴ്ച ഭരണകൂടത്തിനുണ്ടായി. ആകെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രക്ഷാപ്രവർത്തകൻ നടത്തിയ ശ്രമം മാത്രമാണ് കൃത്യമായി നടത്തിയത് എന്നുകൂടി പറയുകയായിരുന്നു അർജുന്റെ അമ്മ. എന്തിനാണ് ഇനി നേവി പരിശോധന പുഴയിൽ നടത്തിയിട്ട് എന്ത് കാര്യമുണ്ടാകും? ഇതുവരെ ഇത്രയേറെ പ്രതിഷേധമുണ്ടായിട്ടും എന്തുകൊണ്ട് ദേശീയ ശ്രദ്ധ ഈ വിഷയത്തിൽ കിട്ടുന്നില്ല എന്നടക്കം അർജുന്റെ അമ്മ ചോദിക്കുന്നു. ഇത് അർജുന്റെ അമ്മ മാത്രം ചോദിക്കുന്നില്ല, കേരളം ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഈ വീഴ്ചയുണ്ടായി? ആരെ കാണിക്കാനാണ്? എന്ത് പ്രഹസനത്തിനാണ് സൈന്യം അവിടെ ഒരു മണിക്കൂർ, വെറും 24 മണിക്കൂർ, ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് തിരിച്ചുപോയത് എന്നുള്ള ചോദ്യം കൂടെ വരും. സുവിയിലേക്ക് വീണ്ടും. സുവി, ഏറെ നിരാശയുള്ള വാർത്തകൾ ഷിരൂരിൽ നിന്നും. ആ പ്രതീക്ഷ ഞങ്ങൾക്ക് കൈവിട്ടിരിക്കുന്നു എന്ന് അർജുന്റെ കുടുംബം പറയുമ്പോഴും ഒരുപക്ഷെ മലയാളികൾ പ്രതീക്ഷയിലായിരിക്കും. കേരളം ഇപ്പോഴും ഉറ്റുനോക്കുന്നുണ്ടാകും. ഇനിയും പരിശോധന നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിവരമുണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേവിയുടെ പരിശോധന ഇനിയുള്ള മണിക്കൂറുകളിൽ നടത്താൻ ഒരുങ്ങുമ്പോൾ അതിലുള്ള വെല്ലുവിളികൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പുഴയിൽ ഉയർന്നിരിക്കുന്ന വലിയ മൺകൂനകൾ തന്നെയാണ്. ഇപ്പോഴുള്ള സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച്, സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ വെല്ലുവിളി മറികടക്കാൻ നേവിക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ?
അപർണ, ഒരു സങ്കടക്കടലിന് മുന്നിൽ കേരളത്തെ നിർത്തിക്കൊണ്ട് സൈന്യം മടങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കരസേനയാണ് മടങ്ങുന്നത്, പക്ഷേ നേവി ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. കരയിലെ എല്ലായിടത്തും മണ്ണിടിഞ്ഞ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു. അവിടെയൊന്നും ലോറിയുടെ സാന്നിധ്യം കാണാൻ കഴിഞ്ഞില്ല എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അതിന്റെ അർത്ഥം പുഴയിൽ നിർബന്ധമായും ഈ ലോറി ഉണ്ടായിരിക്കണം എന്ന ഒരു വിവരമാണ് സൈന്യം പറയുന്നത്, കരസേന പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേവിയുടെ തെരച്ചിൽ ഏറെ പ്രധാനമാണ്. അതിൽ നിന്ന് ഒരു ശുഭവാർത്തയുണ്ടാകാൻ, അല്ലെങ്കിൽ കുടുംബം വലിയ നിരാശയിലാണ് അർജുന്റെ കുടുംബം. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വാർത്തയുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും എല്ലാവരും ഇരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ ഗംഗാവലി എന്ന് പറയുന്ന പുഴ കുത്തിയൊലിച്ചു വരുന്ന സമയമാണ്. ആ പുഴയിൽ 2 മൺകൂനകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആ അടിയിൽ ഈ ലോറി ഉണ്ടാകാം എന്നാണ് കരുതുന്നത്. പക്ഷേ അപ്പോഴും മനാഫ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയാതെ പറ്റുകയില്ല. ലോറി മറയുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ തോതിലുള്ള തടിക്കഷ്ണങ്ങളാണ് ആ ലോറിയിലുള്ളത്. അതെന്തായാലും പുറത്തു വരും. ആ ലോറി എങ്ങോട്ട് പോയി, ആ തടിക്കഷ്ണങ്ങൾ ഒന്നുപോലും പുറത്തു വരാത്തത് എന്തുകൊണ്ടായി? ഇനി മണ്ണിൽ തന്നെ ഇത് പുതഞ്ഞു പോയതാണോ എന്ന സംശയങ്ങൾ മനാഫ് ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വേറൊരു സംശയം കൂടെ മനാഫ് പറയുന്നത്, ഈ ഫോൺ എവിടേക്കെങ്കിലും തെറിച്ചു പോയത് കൊണ്ട് മാത്രമായിരിക്കുമോ കേൾക്കാൻ പറ്റുന്നത്, അതോ ഈ സമയം ലോറിയിൽ, അതായത് ഈ മണ്ണിടിച്ചിൽ നടക്കുന്ന സമയത്ത് ലോറിയിൽ അർജുൻ ഉണ്ടായിരുന്നില്ല? അങ്ങനെ പല വിധത്തിലുള്ള സംശയങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും നേവി നാളെ പരിശോധന നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് NDRFന്റെയും മറ്റും സ്കൂബ ഡൈവേഴ്സും ഫയർഫോഴ്സിന്റെയും മറ്റും സ്കൂബ ഡൈവേഴ്സുമാണ് പുഴയിൽ തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഗംഗാവലി നദി കുത്തിയൊലിച്ചു വരികയാണ്. പ്രതികൂലമായ കാലാവസ്ഥയും വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇടയാക്കുന്നുണ്ട്. പക്ഷേ 7ാം നാളിലും കുടുംബം പ്രതികരിക്കുന്നത് വലിയ നിരാശയോടുകൂടിയാണ്. സൈന്യത്തിനൊന്നും കണ്ടെത്താനാകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായ രീതിയിലുള്ള ഒരു മണ്ണെടുക്കലും തിരച്ചിലും കാര്യക്ഷമമായ ഒരു തിരച്ചിലും ഉണ്ടാകുന്നില്ല എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ കുടുംബം പങ്കുവെക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും അവിടെ ഒരു വലിയ ആഴത്തിലുള്ള ഒരു കുഴി അവിടെ കാണാൻ സാധിച്ചു. അതിനകത്തേക്കാണ് ഈ മണ്ണ് കൊണ്ടുപോയി, അതായത് ഈ JCB ഉപയോഗിച്ച് മറ്റും നീക്കുന്ന മണ്ണ് കൊണ്ടുപോയിടുന്നത് ആ കുഴിയിലേക്കാണ്. അതിൻ്റെ തൊട്ട് സമീപത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിലെ ഒരു ജീവനക്കാരനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ ജീവനക്കാരൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മണ്ണ് കൊണ്ടുപോയി ഇടുകയാണ് ഇവർ ചെയ്യുന്നത്. മനുഷ്യജീവന് ഇത്ര പോലും വിലയില്ലാത്ത തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സൈന്യത്തിൻ്റെ കൂടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ആ അമ്മ വിലപിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ സങ്കടം, ആ തോരാ കണ്ണീർ, ആ അനിശ്ചിതത്വം അതെല്ലാവർക്കും മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം സംസാരിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീട്ടുകാർ തെറ്റിദ്ധരിക്കുന്നതാണ്, തങ്ങൾ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ നിന്ന് പോയ മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ ഈ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടന്നു എന്ന് കരുതാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം നമ്മുടെ പ്രതിനിധി KV ബൈജു വരെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സൈന്യം എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു സംശയം മാറുകയും കൂടുതൽ തെരച്ചിലുകൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. പക്ഷേ ഈ ഭാഗങ്ങളിലെല്ലാം ഇപ്പോഴും ഒരു സംശയം ഉയർന്നു നിൽക്കുന്നത്, ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ മണ്ണ് നീക്കുന്ന നടപടിക്രമങ്ങൾ തുടരുമ്പോഴും അവിടെയൊന്നും തന്നെയും ഒരു ആളെയും, അതായത് മലയാളികളെല്ലാം തന്നെ ആ ഭാഗത്ത് നിന്ന് മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്കറിയാം, രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്ത് ഇത്രയും കൂടുതൽ 150ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അത്രയും ആളുകൾ കൂടി നിൽക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യക്ഷമമായി കൃത്യമായി ബാധിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അല്ലെങ്കിൽ എന്തിനാണ് അവർ മാറ്റിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും രഞ്ജിത്ത് ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ തെരച്ചിൽ നടത്തിയത് എന്നാണ് ഈ അർജുന്റെ അമ്മ പറയുന്നത്. പ്രതീക്ഷ കൈവിട്ടു പോവുകയാണ്. മകൻ ജീവനോടെ ഇല്ല എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് തങ്ങൾക്ക് മുന്നിൽ ഉള്ളത് എന്ന് ഒരു പെറ്റമ്മയാണ് വിലപിക്കുന്നത്. വലിയ തോതിലുള്ള സങ്കടം അവർ പങ്കുവെക്കുന്നു. കേരളത്തിലേതുപോലെയല്ല സാഹചര്യങ്ങൾ. മനുഷ്യജീവന് ഇത്ര പോലും വില നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ? നിരാശയാണ് ഉണ്ടാകുന്നത്. എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോകുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മകനെ തിരിച്ചു കിട്ടാൻ നമുക്ക് ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങൾ കൂടെ പറയണം.
ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അർജുൻ ഭാര്യ, കുട്ടി, അതുപോലെ അർജുന്റെ സഹോദരിമാർ എല്ലാം അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. ആ അമ്മ പറഞ്ഞതുപോലെ തീർച്ചയായും സുവി വിശ്വനാഥൻ, സുവി പറഞ്ഞ പോലെ തന്നെ സങ്കടക്കടലിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് മലയാളികളെ മുഴുവൻ. ഷിരൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ തെരച്ചിൽ അവസാനിപ്പിച്ച് ദൗത്യം പൂർണ്ണമായെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൈന്യം മടങ്ങുന്ന ഒരു സാഹചര്യം. ഇനി ബാക്കിയുള്ളത് നേവിയുടെ പരിശോധന മാത്രമാണ്. അപ്പോഴും മണ്ണിനടിയിലാണ് ലോറി എന്ന് ആവർത്തിക്കുന്നു ലോറിയുടമ മനാഫ്. ഈ തെരച്ചിലിൽ സൈന്യം നിരാശയാണ് നൽകിയത്, മറ്റാർക്കോ വേണ്ടി പ്രഹസനം മാത്രമാണ് കാണിച്ചത് എന്ന് അർജുന്റെ കുടുംബം അതീവ വേദനയോട് പറയുകയും ചെയ്യുന്നു. മറ്റു വാർത്തകൾ നോക്കാം ലൈവ് 6-ൽ ഇടവേളയ്ക്ക് ശേഷം. കാണിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ദൃശ്യങ്ങളിലുണ്ടായിരുന്ന പ്രദേശമാണിത്. അതായത് ഇവിടെയൊന്നും ഇപ്പോൾ പൂർണ്ണമായും അപകടം നടന്നതിന് ശേഷം ഇവിടെയുള്ള ഈ പറയുന്ന ഈ കുന്നുകളോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നും തന്നെ എവിടെയില്ല. ഈ ഭാഗം പൂർണ്ണമായും ഒലിച്ച് മറുവശത്തുള്ള ഗംഗാവലി പുഴയിലേക്ക് വീണിട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം 30 മീറ്ററോളം താഴ്ചയുണ്ട്. ഈ റോഡിൽ നിന്ന് 30 മീറ്റർ താഴ്ചയുണ്ട് ഈ ഗംഗാവലി പുഴയിലേക്ക്. ആ ഭാഗം ഈ റോഡിനും ഈ ഗംഗാവലി പുഴയ്ക്കും ഉള്ള ഇടയിലുള്ള ആ ഭാഗം അവിടെ ഈ ലോറി പതിച്ചിട്ടുണ്ടാകാം. ഇവിടെ നിന്ന് ഇവിടെ കിടക്കുന്ന ലോറി ഒരുപക്ഷെ ഈ ഒരു മണ്ണ് വീഴുന്ന ആഘാതത്തിൽ ആ ശക്തിയിൽ ഈ പറയുന്ന ഈ ഭാഗത്തേക്ക് വന്ന് വീണുകൊണ്ട് അവിടെ പൂർണ്ണമായും മണ്ണ്. നിപ്പയിൽ നേരിയ ആശ്വാസത്തിന്റെ വാർത്തകൾ. പരിശോധനയ്ക്ക് അയച്ച 9 സാമ്പിളുകൾ നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്തെ ഫലം ഇതുവരെ വന്നിട്ടില്ല. 15 പേർ ആശുപത്രികളിൽ ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. 406 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ ഇന്ന് 6642 വീടുകളിൽ പനി സർവേ പൂർത്തിയായി. നാളെയും മറ്റന്നാളുമായി സാമ്പിൾ പരിശോധന തുടങ്ങുമെന്നും വീണ ജോർജ് പറഞ്ഞു. ഹൈറിസ്ക് പട്ടികയിലുള്ള 139 പേരും ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. 2023 കണ്ടെത്തിയ വൈറസുകളുടെ അതേ വകഭേദം ആണ് ഇപ്പോഴും ഉള്ളതെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേരളത്തിൽ അതായത് 2023 നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് ഈ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. 100% ഒരേ വേരിയന്റ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ കോഴിക്കോട് പരിശോധിച്ച 9 പേരുടെയും ഫലം നെഗറ്റീവാണ്. അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്നുമായി 7239 വീടുകളാണ് 2 പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കയത്തുമായി സന്ദർശിച്ചിട്ടുള്ളത്. അതായത് 7239 വീടുകൾ ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്നുമായിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ പാണ്ടിക്കാട് 3702 വീടുകൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആനക്കയത്ത് 2940 വീടുകളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട സംഭവത്തിൽ നടപടിക്ക് സാധ്യത. തിരുത്തേണ്ടവർ ആരൊക്കെയാണെങ്കിലും എല്ലാം തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിവരങ്ങളുമായി VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ വിഷയത്തിനകത്തുണ്ട്. അങ്ങനെ ഒരു സൂചന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നോ? തെറ്റുതിരുത്തൽ രേഖയും സർക്കാരിന്റെ മുൻഗണനാ ക്രമവും തീരുമാനിക്കാനാണ് CPMന്റെ സംസ്ഥാന സമിതി യോഗം 2 ദിവസം ചേർന്നത്. അതിനൊടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇ.പി. ജയരാജൻ BJPയുടെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ട ചോദ്യത്തിന് അദ്ദേഹം അത്തരം കാര്യങ്ങൾ ഇന്ന് ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ല. അതിനുവേണ്ടി സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേകം കമ്മിറ്റി ചേരും. അതൊരു അടഞ്ഞ അധ്യായമാണോ എന്ന് ചോദിച്ചാൽ അടഞ്ഞ അധ്യായമല്ല. അത്തരം കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകും. തിരുത്തേണ്ടതെല്ലാം തിരുത്തും, ആരെയൊക്കെ തിരുത്തണമോ അതെല്ലാം തിരുത്തുമെന്ന വ്യക്തമായ സൂചന CPMന്റെ സംസ്ഥാന സെക്രട്ടറി നൽകിയത്. അതായത് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട വിഷയം CPM നേരത്തെ ചർച്ച ചെയ്തതാണ്. തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ സമയത്ത് തന്നെ ചർച്ച ചെയ്തതാണ്. എന്നാൽ അവിടം കൊണ്ട് തീരില്ല വിഷയങ്ങൾ. ഇനിയും അതിൽ ചർച്ചയുണ്ടാകും. ഇ.പി. ജയരാജൻ നടപടി വേണമെന്ന CPIയുടെ പ്രധാന നേതാക്കൾ പോലും ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട്. മുന്നണി കൺവീനറാണ്. മുന്നണി കൺവീനർ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം വിവരം പുറത്തുവിട്ടത് വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിലായി എന്ന വിലയിരുത്തൽ CPMന്റെ പല യോഗങ്ങളിലും അതുപോലെ CPIയുടെ നേതൃയോഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇ.പിക്കെതിരെ നടപടി ഉണ്ടായേക്കും എന്നൊരു സൂചനയാണ്, വ്യക്തമായ സൂചനയാണ് ഇന്ന്
CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. അത് മാത്രമല്ല മറ്റു വിഷയങ്ങളും തിരുത്തേണ്ടതില്ല, എല്ലാ തലങ്ങളിലും തിരുത്തലുണ്ടാകും, അത് നേതാക്കളുടെ കാര്യത്തിലും സർക്കാരിന്റെ കാര്യത്തിലുമൊക്കെ തിരുത്തലുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനൊപ്പമാണ് EP ജയരാജന്റെ വിഷയത്തിൽ അദ്ദേഹം അതിൽ ഇനിയും ചർച്ചകൾക്ക് വഴിയുണ്ട്, സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചത്. തിരുത്തേണ്ടവരെല്ലാം തിരുത്തുമെന്ന് CPM സംസ്ഥാന. നീറ്റ് UG പരീക്ഷയിലെ ചോദ്യങ്ങളിലെ പിഴവ് പരിശോധിക്കാൻ ഡൽഹി IIT ഡയറക്ടറെ ചുമതലപ്പെടുത്തി സുപ്രീംകോടതി. വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധർ ചോദ്യപേപ്പർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കകം വിദഗ്ധ സമിതി രൂപീകരിച്ച് റിപ്പോർട്ട് നൽകാനാണ് IIT ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നീറ്റ് ഹർജികളിലെ വാദം നാളെയും തുടരും. ഉത്തരം ഓപ്ഷൻ നൽകിയതിലെ പിഴവാണ് പരിശോധിക്കുക. പരീക്ഷയിലെ 19ാം ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഏതെന്നാണ് 3-അംഗ സമിതി റിപ്പോർട്ട് നൽകേണ്ടത്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ലോക്സഭയെ ചൂടുപിടിപ്പിച്ച് നീറ്റ് ചോദ്യപേപ്പർ ക്രമക്കേട് വിവാദം. നീറ്റ് ഉൾപ്പെടെ NDA സർക്കാരിന്റെ കഴിഞ്ഞ 7 വർഷക്കാലത്തെ ഭരണത്തിൽ ചോദ്യപേപ്പർ ചോർന്നുവെന്ന ആരോപണത്തിന് ഒരു തെളിവുമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. കോൺഗ്രസ് അംഗം മാണിക്യം ടാഗോറിന്റെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തട്ടിപ്പാണെന്ന തോന്നൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പണമുണ്ടെങ്കിൽ രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തെ വിലക്കി വാങ്ങാമെന്നാണ് പൊതുബോധ്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. There is no evidence of paper leak in last 7 years in any numbers. So there are incidents. Already this case, right now, Speaker sir, this case is going in front of Honorable Supreme Court. All the things has come out. Every question has put in front of Supreme Court. Honorable CJI is personally presiding over that bench, and with full responsibility I can say, in last, after NTA, more than 240 examination has been conducted. More than 5 crore students has been applied, and more than 4.5 crore students successfully participated in the examination. These are all fact and records. The issue is that there are millions of students in this country who are extremely concerned at what is going on and who are convinced that the Indian examination system is a fraud. That is what is at stake here. Millions of people believe that if you are rich and if you have money, you can buy the Indian examination system. And by the way, and this is the same feeling that the people in the opposition have. And that is why we are asking some very simple questions to Honorable Minister. Number one, as this is a systemic issue, what exactly are you doing to fix this issue at a systemic level? Yes. That's the first question. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടപ്പോൾ നീറ്റ് പരീക്ഷ തന്നെ റദ്ദാക്കണമെന്നായിരുന്നു DMKയുടെ ആവശ്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറ്റത്തിന്റെയും വളർച്ചയുടെയും പാതയിലാണെന്ന് എക്കണോമിക് സർവേ റിപ്പോർട്ട്. ഇന്ത്യയുടെ GDP അടുത്ത സാമ്പത്തിക വർഷത്തിൽ 6.6-നും 7-നും ഇടയിൽ വളർച്ച നേടും. എക്കണോമിക് സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. 3-ാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് നാളെ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. രാജ്യത്തിന്റെ വികസനവും ജനങ്ങളുടെ ആഗ്രഹവും നിറവേറ്റുന്ന ബജറ്റായിരിക്കും അവതരിപ്പിക്കുകയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2047ലേക്കുള്ള റോഡ് മാപ്പാകും ബജറ്റ്. സ്വന്തം പോരായ്മകൾ മറച്ചുവെക്കാൻ ചില പാർട്ടികൾ പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുന്നതായും പ്രതിപക്ഷത്തെ വിമർശിച്ച് മോദി പറഞ്ഞു. ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. मैं देशवासियों को जो गारंटी देता रहा हूं, क्रमशः रूप से उन गारंटियों को जमीन पर उतारना, इस लक्ष्य को लेकर के हम आगे बढ़ रहे हैं. ये बजट अमृत काल का एक महत्वपूर्ण बजट है. हमें 5 साल का जो अवसर मिला है, आज का बजट हमारे उन 5 साल के कार्य की दिशा भी तय करेगा. और ये बजट 2047 जब आजादी के 100 साल होंगे, तब विकसित भारत का जो हमारा सपना है. പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഭീഷണി സന്ദേശം.
രാജ്യസഭാംഗമായ എ റഹീമിനും വി ശിവദാസനുമാണ് ഫോൺ കോളിലൂടെ ഭീഷണി ലഭിച്ചത്. ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലാണ് സന്ദേശം. ഖാലിസ്ഥാൻ അനുകൂലമല്ലെങ്കിൽ വീട്ടിലിരിക്കാനാണ് എംപിമാർക്ക് മുന്നറിയിപ്പ്. ഇരുവരുടെയും പരാതിയിൽ ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാവട് തീർത്ഥയാത്രാ വിവാദത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന് തിരിച്ചടി. കാവട് യാത്ര പോകുന്ന വഴിയിലെ ഹോട്ടലുടമകൾ ഹോട്ടലിന് മുന്നിൽ പേര് പതിക്കണമെന്ന നിർദ്ദേശം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. താൽക്കാലിക സ്റ്റേയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പേര് പതിക്കാൻ ഹോട്ടലുടമകളെ നിർബന്ധിക്കാൻ പാടില്ല. എന്ത് ഭക്ഷണമാണ് വിളമ്പുന്നതെന്ന് പതിക്കാം. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കൊച്ചിയിൽ അച്ഛനോടും മകനോടും ക്രൂരത. അച്ഛനെയും മകനെയും കാറിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയതായാണ് പരാതി. ചിറ്റൂർ ഫെറിക്ക് സമീപം കോളരിക്കലാണ് സംഭവം. കാറിലെ ചെളി തെറിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. അക്ഷയ്, പിതാവ് സന്തോഷ് എന്നിവരെയാണ് കാർ യാത്രക്കാർ വലിച്ചിഴച്ചത്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വിരമിക്കൽ പ്രഖ്യാപനം നടത്തി ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ മുൻ നായകനുമായ PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കും. സമൂഹമാധ്യമത്തിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. 18 വർഷത്തെ ഹോക്കി ജീവിതത്തിനാണ് അവസാനമാകുന്നത്. 328 മത്സരങ്ങളിൽ വലകാത്ത ശ്രീജേഷ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ടീമിൽ അംഗമായിരുന്നു. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം. श्रीरामचंद्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम त्रिविरमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोस्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം ചൊല്ലിടുമടിയാതെ ചാരിക പൈതൽ താനും വന്നിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിന മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൻ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസനമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടുമൊന്നിച്ചു വാണയോധ്യാപുരി തന്നിലമ്മേ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ
सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोस्तुते।